ഹായ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബിരിയാണി വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ അച്ഛനമ്മമാർക്ക് ശാന്തിയർക്ക് അച്ഛനമ്മമാർക്ക് അന്നദാനം നടത്തിയിരിക്കുന്നത് അഞ്ചലിൽ നിന്ന് രേഷ്മ എന്ന് പറയുന്ന മോളും പിന്നെ നടന്ന അഖിൽരാജ് എന്ന് പറഞ്ഞ സാറാണ്. അപ്പോൾ അവരുടെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ ബാക്കി നമുക്ക് ബിരിയാണി വിശേഷങ്ങളായാലോ? ആയി. അപ്പോൾ കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പാചകത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പഴയ കല്യാണ വീടൊക്കെ കാണാറില്ലേ, തമാശയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാചകം ചെയ്ത് അതേ ഫീലാണ് ഇവിടെ വരുമ്പോൾ കിട്ടുക. അങ്ങനെ നമ്മൾ ബിരിയാണിക്കും ചിക്കൻ കറിക്കും ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ അരിഞ്ഞ് വൃത്തിയാക്കി കുറച്ച് ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചപ്പോൾ നമ്മുടെ രാജമാമ പൈനാപ്പിൾ ചെത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഓടി വന്ന് പൈനാപ്പിൾ എത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ അജയങ്ങളുണ്ടല്ലോ, എൻ്റെ ഫേസ് അതിനകത്ത് വരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ഉടനെ ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആനന്ദവല്ലിൻ്റെ അടുപ്പിൽ നമ്മുടെ വലിയ പാത്രമൊക്കെ വെച്ചിട്ട് കടുകെടുത്തിട്ടു. ആ ആനന്ദവല്ലി ഫ്രണ്ട് കുട്ടനാട് ആളാണ് നമ്മുടെ പാചകപ്പുരയിലെ പ്രധാന ആളെന്ന് പറയുന്ന പ്രധാന താരം. ആളുടെ വലത് കൈ എന്ന് പറയാം നമ്മുടെ ദാസപ്പനാണിപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ദാസപ്പൻ അപ്പം ഇങ്ങനെ കറിവേപ്പില കൊണ്ടിടുന്നുണ്ട്. കറിവേപ്പില ഉടനെ നമ്മുടെ അരിത്തുനിന്ന് പോയി പറിച്ച് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയാണ് ആൾ കൊണ്ടിട്ടത്. അതിനുശേഷം അങ്കിളാണെങ്കിൽ ഓടി വന്നിട്ട് സവാള ഇടുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങൾ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് വീഡിയോയുടെ കാര്യങ്ങൾ പിടിക്കുന്ന കാര്യങ്ങളും കൂടി രണ്ട് കാര്യങ്ങളും കൂടിയാണ് ദാസപ്പൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ചെയ്യുന്നുണ്ട്, ഒപ്പം വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ചുമന്ന ഡ്രസ് ഇട്ടിട്ട് പോയ ആൾ വേറെ ചാനലിലേക്ക് വേണ്ടിയിട്ട് ഇതേ വീഡിയോ എടുക്കുന്നുണ്ട്. അതാണ് അടിയേച്ചി. ആളും വീഡിയോ എൻ്റെ ഇടയിലൂടെ എടുത്ത് തമാശയൊക്കെ പറഞ്ഞ് ചാനലിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്. ചാനലിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദാസപ്പന് വേണ്ട കമാൻഡുകളൊക്കെ കൊടുക്കാൻ വേണ്ടി ആൻഡുലാൻഡ് വരുന്നുണ്ട്. പിന്നെ തക്കാളിക്കുട്ടനെ എടുക്കുന്നതിനകത്തേക്ക് ഇട്ടു, ചിക്കൻ കറിയിലേക്ക് തക്കാളിക്കുട്ടനെ ഇട്ടു. ഇതേ സമയം തന്നെ നമുക്ക് അവിടെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളും അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമാർ ഭയങ്കര ഹാപ്പിയാണ്. ഇന്ന് ബിരിയാണിയാണെന്ന് പറഞ്ഞപ്പോൾ അവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ബിരിയാണി കഴിക്കാത്ത കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചോറും കറിയൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ബിരിയാണി മാത്രമാണ് നമ്മുടെ വീഡിയോ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ചിക്കൻ കറി. എന്നിട്ട് അജിയങ്കിളാണ് ഇതിങ്ങനെ ഇളക്കുന്നത്. അജിയങ്കിൾ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിന്നോ, നമ്മളിപ്പം നിങ്ങളിന്ന് വീഡിയോ എടുക്കുന്നില്ലേ, അപ്പം ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അകത്ത് വേറൊരാൾ നമ്മളെ വിളിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെല്ലാം ഫുൾ സപ്പോർട്ടീവാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ചും കൂടി ആക്റ്റീവ് എല്ലാവരും. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. എന്താ പറയുക, ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്നിങ്ങനെ അവരുടെയും കൂടി ഒരു ഹാപ്പിനെസ്സും കൂടി ആ ഒരു സ്നേഹത്തിൻ്റെ മധുരവും കൂടി ഇല്ലാതെ എന്തായാലും കലർന്നിരിക്കും. അവരും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് മസാല ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ചേർക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് അതെല്ലാം കൂടി മസാലയെല്ലാം കൂടി ചിക്കനിലേക്ക് ഇങ്ങനെ നല്ല ആവശ്യത്തിന് പരുവത്തിന് ഇങ്ങനെ ചേർത്ത് ഇളക്കി വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു മണവും പുകയൊക്കെ ഇങ്ങനെ നല്ല രസമുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും രസമാണ് നമ്മളവിടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ആനന്ദൻ്റെ ആൻറ്റി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഇവിടെ കഴുകാൻ തുടങ്ങും. അരി ഇങ്ങനെ മാറ്റി വെച്ചു, ബാക്കി എടുത്തു. കുറച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞിട്ടില്ല, അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ആണ് നമ്മളവിടെ കൊണ്ടുപോയിട്ട് ക്യാഷിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ആൾ കൊണ്ടുപോയിട്ട് കാണിച്ചു തരാണ്. ഇങ്ങനെ ഇതും കൂടി എടുത്തോ എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആളതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. അതാണ് ആന്തലൻ്റെ എന്തോ പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് ആ പച്ചനായിട്ടിരിക്കുന്നതാണ് എൻ്റെ അച്ഛമാമൻ്റെയും അമ്മ. അപ്പം അമ്മ ബീജാമ്മ അവിടെ ഇപ്പോൾ ഉണ്ട്. അമ്മയും കൂടി ഞങ്ങളോട് പറയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ സഹായിക്കില്ല. ഇങ്ങനെ വയറ്റി എടുക്കുന്ന അത് നല്ല മണമാണ്. മണമെന്നൊക്കെ പറഞ്ഞ് പണ്ടല്ലേ എല്ലാവരെ നിങ്ങൾ മണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് പോവേ എന്നൊക്കെ വഴക്ക് പറഞ്ഞിട്ടാണ് പുള്ളിക്കാർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് ഉള്ളി എടുത്തിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടനാടൻ സ്പെഷ്യൽ ബിരിയാണി കഴിക്കാൻ നമ്മുടെ അമ്മമാരവിടെ അപ്പുറത്ത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. നമ്മൾ പുറത്തുനിന്ന് അവർക്ക് വാങ്ങിച്ച് നമ്മൾ എന്താണ് കൊണ്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ തന്നെ ഉണ്ടാക്കി ബിരിയാണി അവർക്ക് എന്താണോ ഫുഡ് അത് അവരോട് നമ്മൾ ആഴ്ചയിൽ ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ കൂടി അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മാസത്തിലെല്ലാ ഒരു 10-20 ദിവസമെങ്കിലും പായസത്തോടു കൂടിയുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ
ഇന്ന് നമ്മളോട് ഇങ്ങനെ ഇവർ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി കൊടുത്തത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സൊക്കെ കണ്ടുപിടിച്ച് അവർക്ക് ബിരിയാണി അവർക്ക് എന്താണ് വേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് ബിരിയാണിയേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ കപ്പ, കിഴങ്ങ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവരോട് ചോദിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ട്. ബിരിയാണി അവർക്ക് ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്ന് പറയുന്നില്ല, ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ബിരിയാണി നമ്മൾ 2 മാസമൊക്കെ കൂടിയിരിക്കുമ്പോൾ 1-2 തവണ ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അമ്മമാർക്ക്. പിന്നെ അപ്പോൾ അച്ചുമാമനാണ് നമ്മുടെ ഈ വീഡിയോയുടെയൊക്കെ ഫുള്ള് വീഡിയോ എടുക്കുന്നത്, വീഡിയോ എഡിറ്റിങ് ഇതെല്ലാം എൻ്റെ അനിയത്തിയെ അച്ചുവാണ്. അച്ചുവിനെ നമ്മൾ അച്ചുമാമ എന്നാണ് വിളിക്കുന്നത് സ്നേഹത്തോടെ. അപ്പോൾ അവളാണ് ഇതിൻ്റെ എല്ലാം ഫുള്ളിത്. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവളെന്നോട് പറയുന്നുണ്ട്, ആര് വിഷയത്തിൽ തെന്നി മാറാണ്ട് കറക്റ്റ് പോയിന്റ് നീ പറ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ബിരിയാണി സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ഏകദേശം 1-2 മണിക്കൂറൊക്കെ ആയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചോറൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ചെമ്പിലേക്ക് ഇങ്ങനെ കോരിയിടുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഇങ്ങനെ ഇത് കാണുന്നതിനേക്കാളും ഭയങ്കര ഇതായിരുന്നു നമ്മൾ നേരിട്ട് ഇത് കാണുമ്പോൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിനേക്കാളും ഒക്കെ നമുക്ക് സന്തോഷം തരുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിപ്പോൾ അമ്മമാർ കഴിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു പുഞ്ചിരിയുണ്ട്. അതാണ് ഏറ്റവും വലിയ നമ്മുടെ ഇതിൻ്റെയൊക്കെ സന്തോഷത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. ഭയങ്കര ഇതാണ്. നമ്മൾ കടയിൽ പോയി കഴിക്കുന്നതിനേക്കാൾ നമ്മൾ വീട്ടിൽ തന്നെ അതുണ്ടാക്കി, നമ്മുടെ വീട്ടിലേക്കല്ല നമ്മുടെ അമ്മമാരുടെ ഒപ്പം അമ്മമാർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടും കൂടി ഉണ്ടാക്കി നല്ല ആ മൊമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത്, ഈ ഒരു മൊമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ട്. എല്ലാവരും സത്യം പറയാമല്ലോ നല്ല കളർഫുൾ, കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് ആ ഒരു ടൈം ഉച്ചയ്ക്ക് ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് കഴിക്കാനുള്ള ആ ഒരു ഇതിലാണ് നമ്മളിരിക്കുന്നത്. പിന്നെ നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ അടുക്കി വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മുടെ അവസാനത്തെ തട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓരോ തട്ടും വളരെ മനോഹരമായിട്ട് അതുപോലെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണാൻ തന്നെ നല്ല മനോഹരമാണ്. പിന്നെ നല്ല കളർഫുള്ളായിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു. കഴിക്കാൻ തന്നെ സത്യം പറഞ്ഞാൽ കൊത്തിയായിട്ടാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ഇതാക്കി ഞങ്ങൾ കൂടുതൽ ദാസപ്പൻ ആനന്ദലേൻ്റെയാണ് അതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിച്ചത്. അപ്പോൾ നമ്മളിതിന് ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. തട്ടിൽ പ്രധാനപ്പെട്ട എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞിങ്ങനെ ഒഴിക്കേണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഡാൽഡയൊക്കെ ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് ഒക്കെ ഇങ്ങനെ ഇട്ട് വളരെ ഇതായിട്ട് ഭംഗിയായിട്ട് നല്ല രസമുണ്ട്. ഫുൾ കളർഫുൾ, സത്യം പറഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്കിട്ട് ഇനിയാണ് ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഇതിന് കനലൊക്കെ ഇട്ടിൻ്റെ മേലിൽ അടച്ച് വെച്ചിട്ട് കനലൊക്കെ മേലിൽ വെച്ചിട്ട് വെക്കുന്നത് ഇനിയാണ് കാണാനുള്ളത്. ഭയങ്കര അങ്ങനെ പ്രധാനപ്പെട്ട അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, ബിരിയാണിയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ കനലൊക്കെ വാരി നമ്മൾ അടപ്പിൻ്റെ അതിൻ്റെ മേളിലൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ ഇതിൻ്റെ മേലയിൽ നിന്ന് എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി വന്ന് ഓപ്പൺ ചെയ്യുന്നൊരു വീഡിയോയാണിത്. അതിനുശേഷം എല്ലാവരും കൂടി വന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അമ്മമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് എടുക്കുകയാണ്. പകത്തെടുത്ത് പാത്രത്തിലേക്ക് ഇടാൻ പോകുന്ന കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്.
അപ്പോഴേക്കും നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ അമ്മമാരെയൊക്കെ നമ്മളവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് അമ്മമാർക്ക് ഫുഡ് കൊടുക്കാറുള്ളത്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ അങ്ങനെയാണ്, പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ളവരെല്ലാം കുറച്ച് പേര് ഉറക്കത്തിലൊക്കെ ആയിരുന്നു. അവരെയൊക്കെ വിളിച്ച് ഉണർത്തിയിട്ട് അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഇതിനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് വരെ എല്ലാവരും വെയിറ്റിലാണ്, ബിരിയാണി എത്തുന്നത് വരെ. അതിനുശേഷം നമ്മുടെ ദാസപ്പനാണ് ചിക്കൻ കറി കോഴി എടുക്കുന്നത്, സെർവ് ചെയ്യുന്നത് ദാസപ്പനാണ്. ദാസപ്പൻ അത് ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് അത് കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നമ്മുടെ അമ്മമാരിലേക്ക് സെർവ് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്, അവരിലേക്ക് അവർക്ക് കൊണ്ട് കൊടുക്കുക എന്നാണ് അടുത്തത്. അങ്ങനെ നമ്മൾ അമ്മമാരെ എല്ലാം വിളിച്ചിരുത്തി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഓരോ അമ്മമാർക്കായിട്ട് നമ്മൾ വിളമ്പി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഞാൻ. അപ്പം അച്ചുമാമൻ ഇപ്പോൾ പപ്പടമൊക്കെ വിളമ്പുന്ന തിരക്കിലാണ്. ഇത് ഈ ഇരിക്കുന്നവരൊക്കെയാണ് നമുക്കിന്ന് അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നിട്ട വീഡിയോ കുറച്ച് ലാഗായി പോയോ എന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് ഇല്ലാതെ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും യൂട്യൂബിൽ പുതുതായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുന്നവരല്ലേ, അപ്പം ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം, സദയം ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മമാരെല്ലാം ഫുൾ ഹാപ്പിയാണ്. അപ്പോൾ ബിരിയാണി സന്തോഷത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും സുഖമായിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.